ഹലോ. അപ്പോൾ ഇന്ന് നമ്മളൊരു ശസ്ത്രക്രിയ ചെയ്യാനുള്ള പുറപ്പാടില്ല. ശസ്ത്രക്രിയ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പം തൊട്ട് താഴെ വരും, കാണണം കേട്ടോ. ഐ എം എ ഡോക്ടർ, പ്ലംബർ. ബാത്റൂമിൻ്റെ കുളിക്കുന്ന വെള്ളമെല്ലാം പോകുന്ന ഒരു ഇതാ, അത് ബ്ലോക്കായി. നമുക്ക് തുറന്നു നോക്കാം എന്താ അതിൻ്റെ അകത്ത് സംഭവം. വേര് കയറിയാന്ന് തോന്നുന്നു അതിൻ്റെ അത്. ഇവിടെ മാൻഹോളം തുറന്നു നോക്കാൻ പോവാം. തുറന്നു കഴിയുമ്പം കാണാം, എനിക്ക് തോന്നുന്നു വേരാണെന്ന്. നോക്കാം. നിലവിൽ ആ മാൻഹോൾ നമ്മൾ തുറന്നു ലാസ്റ്റ്. അപ്പോൾ കണ്ട കാര്യം ഞാൻ പറഞ്ഞില്ലേ, കേട്ടോ, വേര് ഫുള്ളായിട്ട് കയറി അടഞ്ഞിരിക്കുക. കുളിക്കുന്ന വെള്ളത്തിൻ്റെ പൈപ്പാണ്, ബാത്റൂമിലെ ഡ്രെയിനേജ് വെള്ളം. അപ്പോൾ അതിൻ്റെ അത് ഫുള്ള് വേര് കയറി. ഇത് നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് വരുന്ന ലൈനാണ്, അതിന് കുഴപ്പമില്ല. ഇതിൻ്റെ അകത്ത് ഫുള്ള് വെള്ളം ബ്ലോക്കായിരിക്കുക. കണ്ടോ, അതിൻ്റെ കൂടെ ഈ ഉറുമ്പ്, ചെറിയ ഉറുമ്പ് അതിൻ്റെ അകത്ത് കയറി കൂട് വെച്ച് അതിൻ്റെ മണ്ണും ഇതെല്ലാം കൂടെ ചേർന്ന് ആ പൈപ്പ് ബ്ലോക്കായി. അതുകൊണ്ടാണ് അകത്തുനിന്ന് വെള്ളം പോകാത്തത്. നിസാരമെന്ന് കരുതുന്നത് നമ്മൾ ആ വേരിനെ നിസാരമെന്ന് കരുതും. ഇത് കണ്ടില്ലേ, ഭയങ്കര കട്ടി. അത് കണ്ട, ഇത്രയ്ക്കും കട്ടിയായിട്ട് ഇരിക്കുക വേര. ഇത് മൊത്തം വേര ഒറ്റയായിട്ട് ഇരിക്കുക കാണിയിട്ട്. അപ്പം നമ്മുടെ ബാത്റൂമിൻ്റെയൊക്കെ ഈ ഡ്രെയിനേജൊക്കെ വരുന്ന ഭാഗത്തെ ആൾക്കാർ ഈ ചെടികളും അങ്ങനെയുള്ള സാമഗ്രികളൊക്കെ നട്ടു വയ്ക്കും. രസത്തിന് നടന്ന, പക്ഷേ അത് ഉണ്ടാക്കുന്ന ഭവിഷ്യത്ത് ഭയങ്കരമാണ്. അതുകൊണ്ടോ ഇത്രയും വേരുകൾ, ഈ വേര് കണ്ടോ, നൈസ് വേരാ. നൈസ് വേരുകൾ, ഒരു തുള്ളി പല തുള്ളി പെരുവെള്ളം കേട്ടില്ലേ, നൈസ് വേരാണ് സാധനം. ഈ സാധനം ഒരു 50 പേരാകുമ്പോൾ തന്നെ ഇതുണ്ട്, ഇതിനകത്തൂടെ എയർ പോലും കിടക്കത്തില്ല. അമ്മാതിരി വേരുകളായി കിടക്കുന്നത് ഇതുണ്ട്. ഇപ്പോൾ ഈ വേരുകളെല്ലാം കൂടെ ഇങ്ങനെ ആയപ്പോൾ തന്നെ കണ്ട അടഞ്ഞു. അതിൻ്റെ കൂട്ടത്തിൽ ഉറുമ്പിൻ്റെ മണ്ണും കൂടെ ചേർന്നു. അതിനെയും ക്ലീൻ ആക്കിയിട്ട് നമുക്ക് കാണിക്കാം. ഇതേണ്ട, ഈ പൈപ്പിൻ്റെ അകത്തോട്ട് ഫുള്ള് കയറിയിരിക്കുക. ഈ വെള്ളം പോകാനുള്ള പൈപ്പ് നിറച്ചായി ഇതിനകത്തോട്ട്. അതാണ്ട് ഈ പൈപ്പ്, അത് അകത്തോട്ട് പേര് പോയിട്ടുണ്ട്. ഇത് ക്ലീൻ ആക്കിയിട്ട് അതിൽ നിന്ന് വലിച്ചു കഴിയുമ്പോൾ പുട്ട് പോലെ ഇറങ്ങി വരും അത്. നമ്മൾ ആ വേരൊന്ന് ഇളക്കിയപ്പോൾ പൈപ്പ് ലൈനിൻ്റെ അത് കിടന്ന വെള്ളം തള്ളിയത് കണ്ട. ആ വെള്ളം ഇങ്ങോട്ട് പോരുക, ഇത്രയും ബ്ലോക്കായി. നമുക്ക് ഇതെല്ലാം ക്ലീൻ ആക്കിയിട്ട് കാണിക്കാം എന്തായിരുന്നു ഇതിൻ്റെ അകത്ത് അവസ്ഥ എന്ന്. ഫൈനലായിട്ട് നമ്മൾ ഒരു ബക്കറ്റ് വെള്ളം കൂടെ ഒഴിച്ച് നമ്മുടെ കുഴി ഒന്ന് ക്ലീൻ ആക്കുവാണേ. മണ്ണ വല്ലതും ഉണ്ടെങ്കിൽ പോട്ടെ. വെള്ളം ക്ലീൻ ആയിട്ടുണ്ട്. കുഴി ഞാൻ കാണിച്ചു തരാം. വേരെല്ലാം ഇതായിരുന്നു കുഴിയുടെ ഒറിജിനൽ അവസ്ഥ. വേരെല്ലാം വാരിക്കളഞ്ഞ് കഴുകി സെറ്റായി. ഓക്കെ, കഴിവതും ഇങ്ങനെ ചേമ്പറുകൾ അടുത്തുണ്ടെങ്കിൽ ഇതുപോലുള്ള വള്ളിച്ചെടികൾ അങ്ങനെയുള്ള ചെടി വർഗ്ഗങ്ങളൊന്നും അതിനോട് ചേർത്ത് നടാരുത്. അപ്പോൾ അതിൻ്റെ വേരുകളാണ് മൊത്തം പ്രശ്നം ഉണ്ടാക്കിയേക്കുന്നത്. നമ്മൾ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഓക്കെ, ബായ്. അതിനുശേഷം നമ്മൾ കുറച്ച് മണ്ണെണ്ണയും കാർപ്പിക്കും കാര്യങ്ങളൊക്കെ അവിടെ വിതറിയിട്ടുണ്ട്. ഇപ്പം സ്ലാവൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ടുണ്ട്. അത്രേ ഉള്ളൂ. ബായ്. സൂക്ഷിക്കുക കേട്ടോ.